പിന്നെ എത്ര കൊള്ളരുതാത്തവനായാലും ഞാൻ കാരണമാണല്ലോ അകത്തായെന്ന് ഓർക്കുമ്പോ എനിക്കൊരു കുറ്റബോധമില്ലേ? കുറ്റബോധവും സഹതാപവും ഒന്നും ഇത്തരക്കാരോടല്ല വേണ്ടത്. ചിന്താമണി ചേച്ചിക്കാണെങ്കിൽ ആ ഗ്രൂപ്പിനെ കണ്ണെടുത്താ കണ്ടൂടാ. ജാമ്യത്തിന് ശ്രമിച്ചു എന്ന് അറിഞ്ഞാ പിന്നെ താമസിക്കാൻ വേറെ സ്ഥലം അന്വേഷിച്ചാ മതി. ആഹാ, സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന വക്കീലിന് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദം വേണോ? അല്ല, സച്ചിദാനന്ദ അത്ര വലിയ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഒരു പെൺകുട്ടിയെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഡഗ്ലസുമായി ഏറ്റുമുട്ടിയതെന്നും അറിയാം. അതുപോട്ടെ, ഈ ഡഗ്ലസിനെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല? ഇല്ല സർ. ഹീസ് എ വാണ്ടഡ് ക്രിമിനൽ. തമിഴ്നാട് പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നൊട്ടോറിയസ് അണ്ടർവേൾഡ് ദാദ. ഇത് ഡഗ്ലസിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഫോട്ടോയാണ്. ഇയാൾക്കെതിരെയുള്ള ഏതോ ദൗത്യമായിട്ടായിരിക്കണം അയാൾ ഈ നഗരത്തിൽ വന്നത്. വക്കീല് പോയാ മതി. എന്നെ ഇറക്കാൻ വന്നതായിരിക്കും. സന്തോഷം. സ്വന്തം ജാമ്യത്തിൽ തന്നെ ഇറങ്ങി. ഒരു രാത്രി കൊതുകടി കൊണ്ടാലെന്ത്? ഞാൻ കാരണം ഒരു വൻതോക്കിനെ എല്ലാവർക്കും ചുളിവിന് കിട്ടിയത്. പേടിക്കണ്ട, ഇന്നോ നാളെയോ ഇളെ തമിഴ്നാട് പോലീസിന് കൈമാറും. ഇനി ഉപദ്രവം ഉണ്ടാവില്ല. പോകാം. അല്ല, ഞാനിവിടെ City man shirts. Everyone digs them. And you know... മാരിയമ്മ അനുഗ്രഹിച്ച് 10 വയസ്സ് വരെയുള്ള ഓർമ്മ തിരിച്ചു കിട്ടി. പേരും പിടികിട്ടി. ഇനി കാര്യമായിട്ടൊന്ന് ഗുണദോഷിച്ച് ഇറങ്ങിപ്പോകുന്നായി എനിക്ക് തോന്നുന്നത്. സാധാരണ 10 വയസ്സുകാർക്ക് അതല്ലേ ഓർമ്മ വരേണ്ടതാ. വീടിനെയും വീട്ടുകാരെയും പറ്റിയൊക്കെ ഓർമ്മിക്കേണ്ട ഞരമ്പിലായിരിക്കും ചിലപ്പോ സൂപ്രണ്ടിന്റെ അടി പറ്റിയത്. പോസ്റ്റമ്മ, ശവത്തെ കുത്താതെ ഏതോ ഒന്നായിപ്പോച്ചു. ഏതായാലും കുസൃതി തരത്തിനൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. ഇറക്കി വിട്ടാലും ദൈവകോപം വരുമെന്ന് പേടിക്കണ്ട. ഏതെങ്കിലും ചായക്കട ഇലവടച്ചെങ്കിലും ജീവിച്ചോളൂ. ആളൊരു നിരുപദ്രവിയാണല്ലോ. എന്നതത് കിച്ചടി പൂച്ച കയറിയെന്നാ തോന്നുന്നു. അയ്യോ, നിരുപദ്രവിയാണെന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പേ ദ്രോഹി ചെയ്തു വെച്ചിരിക്കുന്ന പണി കണ്ടോ സൂപ്രണ്ടേ? വേണോ? നീ ഇവിടെ കുളം കോരിയിട്ടേ പോകൂ ഇല്ലടാ. അമ്മ നിന്നെ ഞാൻ എഴുതേട്ടാ ഷാനിയന് നിന്നെ ഞാൻ നിശ്ചയിച്ചേക്കും. പനച്ചിമൂട്ടി ഭഗവതി, 85 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച കോംപ്ലാനാണ് ഇങ്ങനെ അഡ്രസ് ഇല്ലാത്ത കത്ത് പോലെ കിടക്കുന്ന സാമദ്രോഹി. I am a Complan boy. I am a Complan girl. വിജയത്തിന്റെ സേനാനി ബൂസ്. സത്യശീല, എന്താ എന്താ ഇവിടെ? Commandy, ghost is the secret of my energy. ആരോഗ്യത്തിന്റെ യഥാർത്ഥം എന്ത്? ലൈഫ് ബോയ്, ലൈഫ് ബോയ്. എവിടെയോ അവിടെയാണ് ആരോഗ്യം. ലൈഫ് ബോയ്. നല്ലപോലെ കൂട്ടിയോ? ഹാവോ, സമാധാനാച്ച്. അവിടെ കേട്ടോ പച്ചവെള്ളം തരത്തില്ല. നോക്കോ ജന്തു ഇനി ചത്തു പോണ്ട. യോ, പുരുഷന്റെ തല്ലുകിടും ജാതകത്തിൽ കിട്ടക്കണിയാൻ എഴുതിയപ്പോ സത്യത്തെ വിശ്വസിച്ചില്ലേ? ഇന്ന് ഇരട്ടി വെളുക്കുന്നതിനും പോയി ശനിയനെ എപ്പിടിയാവത് ഇങ്ങേരുത് കെട്ടിയെടുക്കണം. അതിനെന്നെ വഴിന്ന് ആലോചിക്ക്. മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് നാളെ എവിടെ ആച്ച്? 10 വയസ്സിന്റെ ബോധമുള്ള സ്ഥിതിക്ക് അങ്ങനെ ഇനി ഇറക്കി വിട്ടാലും കുഴപ്പാ. എന്നാ ഇറക്കി വിടണ്ട. എല്ലാരും കൂടെ വെട്ടി നുറുക്കി കറി വെക്ക്. കൂട്ടത്തിലൊരു വലിയ കഷ്ണം എനിക്കെന്താ? സൂപ്രണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞ സൂപ്രണ്ട് എന്നോട് ദേഷ്യപ്പെടരുത്. ഭാഗ്യം പറ. അല്ല, സംഗതി പുരുഷവർഗത്തോട് നമുക്ക് തീർത്താ തീരാത്ത പകയാണ്, ശരിയാണ്. പക്ഷെ ഒരു ആപത്ത് വരുമ്പോ നമ്മൾ അവരുടെ സഹായം തേടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പുരുഷൻ എന്ന് പറയുമ്പോ ഭാഗ്യം ആരെയാ ഉദ്ദേശിക്കുന്നത്? അവരത്ര നല്ലവരൊന്നുമല്ല, എന്നാലും ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന എനിക്ക് തോന്നുന്നേ. ഒന്നുമില്ലേലും നമ്മുടെ അയൽക്കാരല്ലേ.
സച്ചിദാനന്ദന്റെയും ഫ്രണ്ട്സിന്റെയും കാര്യമാണോ ഭാഗ്യം ഉദ്ദേശിക്കുന്നത്? അയ്യോ ഫ്രണ്ട്സ് വേണ്ട, സച്ചിയെ ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു. അതെന്താ ഭാഗ്യത്തിന് ഇവളോ ശീഘ്രം ഒരു മനമാറ്റം? അവനെ കണ്ടങ്ങ് മയങ്ങിപ്പോയോ? ഇത് അതിന്റെ ലക്ഷണം തന്നെയാ. എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. എന്നാ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ട് പോയ സേതുരാമന്റെയും വിഷ്ണുനാരായണന്റെയും സഹായം തേടേണ്ടി വന്നാലും ഇവന്മാരെ ഡിപ്പെൻഡ് ചെയ്ത പ്രശ്നമില്ല. സോറി. ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നല്ലേ? ആ ഫയറ്റ് കഴിഞ്ഞ സിറ്റുവേഷനിൽ ഞാനിങ്ങനെ നെറ്റിയിലെ വേർപ്പ് ഒരു രജനീകാന്ത് സ്റ്റൈലിൽ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭാഗ്യരേഖ ഇങ്ങനെ സ്ലോ മോഷനിൽ ഓടി വന്നിട്ട് എന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ ലജ്ജാ നമ്രമുഖിയായി താങ്ക്സ് എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ ത്രില്ഡായനെ. ഞാൻ തൂക്കി നോക്കി വെച്ച പേസ്റ്റ് ആണേ. അയ്യോ, എന്നെ പൊന്നമ്മ ചെയ്തിട്ടില്ലേ? ഇതിനെ ഇനി ഇതിന്റെ അകത്ത് കേറ്റാൻ പറ്റുമോ? പോകർത്തനം കാണിച്ചിട്ട് അതേ പ്രസംഗം പറയുന്നോ? ശോനിയന് ഉന്നെ തള്ളി ഇതിനകത്ത് കയറ്റും. അയ്യോ വേണ്ട, അടുത്ത് പോണ്ട. എപ്പോഴും അളകില്ലാന്ന് പറയാൻ പറ്റില്ല. അയ്യോ, എന്തോ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. പോററി അല്ല, പോറ്റി. വീടിന്റെ ചുവല അക്ഷരത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരെ വി എൻ പോറ്റി? പറയില്ല. പറ. ഒന്ന് വേഗം പറയണം. പറയാൻ മനസ്സില്ല. നീ പോട്ടെ മങ്കി. അയ്യോ, ഇവന്റെ ആരോ ആണ് വി എൻ പോറ്റിന്ന് തോന്നുന്നു. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തന്നെ ശല്യം ഒഴിവാക്കായിരുന്നു. എവിടേക്കാ? പായ മുടി മിണ്ടാണ്ടിരുന്നോണം. പൊന്നിൻ കട്ടയാണെന്നാലും നെഞ്ചിൽ കൊണ്ടാ മുറിഞ്ഞു പോകും. പൊന്നിൻ സൂചി ആണെന്നാലും കണ്ണിൽ കൊണ്ടാ മുറിഞ്ഞു പറ സത്യശീല, ആരായി വി എൻ പോറ്റി? ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ? ഓ, എന്തിനാ ഞങ്ങളായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആരാണ്? അച്ഛനാണോ? അപ്പൂപ്പനാണോ? അമ്മാവനാണോ? ഇത് തന്റെ പേരാണോ? സത്യശീല പറഞ്ഞ ഇതുപോലെ ജീവനുള്ള ഒരു കുതിരയെ വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരുവോ? നല്ല വെള്ള കുതിര. വെള്ള വേണ്ട, പച്ച മതി. പച്ചെങ്കി പച്ചെങ്കി പച്ച. വയലറ്റ് വാങ്ങിച്ചു തരാം. കുതിര കളിക്കേണ്ട ഒരു പ്രായം, കാലമാണ്. ഞാൻ പറയൂല 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 ഞാൻ പറയൂല. ഒറ്റ അടി വെച്ചോണ്ടല്ലോ. പിന്നെ അയാൾ തന്നെ അടിക്കാൻ വരുന്നേ. നിർത്ത് 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 നിർത്ത്. ആരായിരിക്കും വി എൻ പോറ്റി?